ഇന്ന് വൃക്കരോഗികളുടെയും പിന്നെ ഡയാലിസിസ് ആവശ്യമായ രോഗികളുടെയും, അതായത് വൃക്കകൾ പൂർണ്ണമായി തകരാറിലായി കഴിയുമ്പോൾ അതിൻ്റെ ജോലി കൃത്രിമമായിട്ട് ചെയ്യുന്ന ഈ ഡയാലിസിസ് ചെയ്യുന്ന രോഗികളുടെ എണ്ണം ഒരുപാട് വർദ്ധിച്ചു വന്നിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, നമ്മൾ ഡയാലിസിസ് റൂമിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, അതിനകത്ത് ഡയാലിസിസ് ചെയ്യുന്ന രോഗികളിൽ 70 മുതൽ 80% പേരും ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻ വഴി, അതായത് പ്രമേഹം മൂലം ഉണ്ടാകുന്ന വൃക്കരോഗം ഉണ്ടായവരാണ്. അതുകൊണ്ട് നമ്മൾ തടയാവുന്ന ഒരു രോഗമാണ് ഈ വൃക്കരോഗം. ഡയബറ്റീസ് ഉള്ളവർക്ക് പല പല അവയവങ്ങൾക്കും കേടുവരാമെങ്കിലും കണ്ണ്, ഹാർട്ട്, കിഡ്നി, നമ്മുടെ തലച്ചോറ്, ഞരമ്പുകൾ ഒക്കെ തകരാറ് വരാം. അന്നേരം നമ്മൾ ഒരു രോഗിക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അവർ അന്ന് മുതൽ, കണ്ടുപിടിക്കുന്ന സമയം മുതൽ അതിനെ നല്ല കൺട്രോളാക്കി വെച്ചിട്ട് അങ്ങനെ തന്നെ ജീവിതകാലം മുഴുവൻ തുടർന്നുകൊണ്ട് പോവുകയാണെങ്കിൽ ഈ ഡയബറ്റീസ് കൊണ്ട് വരുന്ന